ഹലോ, നൗഫലാണ് കൊബോൾട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേപ്പിളും ചോക്ലേറ്റ് ഫൗണ്ടൈൻ കൂടെ കോമ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം വേപ്പിൾ ഉണ്ടാക്കുമ്പോൾ ചോക്ലേറ്റ് ഫൗണ്ടൈൻ വേപ്പിളും കൂടെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ രണ്ട് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാണിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ വേപ്പിളിന്റെ ബട്ടർ ഉണ്ടാക്കണം. ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ വേപ്പിളിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർ റെഡിയാക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ മൈദ വേണം, പാല് വേണം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. പിന്നെ മുട്ടയാണ് വേണ്ടത്. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇതിലേക്ക് നമുക്ക് വെച്ചാൽ ബട്ടർ ചേർക്കുന്നവരുണ്ട്, വാനില എസൻസ് ചേർക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്തും ചേർക്കാം കേട്ടോ അതിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് നമുക്കത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാണിച്ചു തരാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വേപ്പിളിൻ്റെ ബട്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ മൈദയിലേക്ക് പിന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ആട്ടോ. ബേക്കിംഗ് സോഡ ഒരിക്കലും ഉപയോഗിക്കരുത്, ബേക്കിംഗ് പൗഡറാണ്. 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള സാധനം എന്താ വെച്ചാൽ നമ്മൾ മൈദ വേണം. മൈദ 2 കപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ മുട്ടയും ഒരു മിശ്രിതം വേറെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഇതിലേക്ക് വേണ്ടവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാം, വാനില എസൻസ് ചേർക്കാം. അതൊക്കെ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഞാനതൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൗഡറുമായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ്. മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ഈ പൗഡർ ഇടുകയാണ്. പൗഡർ നമ്മൾ ആദ്യം പകുതി ഇട്ടിട്ട് പിന്നെ ബാക്കി പിന്നെ കൂടി ഇടാം. ആദ്യം പകുതി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വേപ്പിൾ ഉണ്ടാക്കാനുള്ള ബട്ടർ ഉണ്ടാക്കുകയാണ്. ബട്ടർ ഉണ്ടാക്കാൻ വളരെ കോസ്റ്റുള്ള കാര്യം തന്നെ, വളരെ സിമ്പിൾ അതിൻ്റെ പരിപാടി. അധികം കോസ്റ്റൊന്നുമില്ല. നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. നമ്മൾ എല്ലാ പൗഡറും കൂടെ ഇതിലിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ നല്ല ബീറ്റ് ചെയ്തിട്ട് നല്ല വേഫിൾസിനെല്ലാം നല്ല ബട്ടർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേഫിൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വേഫിൾ മെഷീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേഫിൾ മെഷീൻ്റെ ടെമ്പറേച്ചർ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 180 to 185 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് തന്നെ വേഫിൾ ആകും. അപ്പോൾ നമുക്കൊരു കോൺ വേഫിൾ ഉണ്ടാക്കി നോക്കാം. അത് ബട്ടർ ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ബട്ടർ മതി. നമ്മൾ ബട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഒരു ടൈമർ ഇവിടെ ഉണ്ട്. നമുക്കൊരു 1 മിനിറ്റ് ടൈം സെറ്റ് ചെയ്താൽ മതി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് തന്നെ ആവശ്യമില്ല നമുക്ക്, കാരണം കോൺ വേഫിളിന് 1 മിനിറ്റിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 1/2 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ശരിയാവും. അപ്പോൾ വേഫിൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റ് കഴിഞ്ഞു, ഒരു 1.5 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഫിൾ കറക്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ വേഫിൾ നമുക്ക് ഇതിൽ കോണാക്കാം. വേഫിൾ നല്ല കോണാക്കിയിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമിൻ്റെ കോണാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാം കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബട്ടർ ഉണ്ടാക്കി വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു രൂപ 2 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ നമുക്കിതിൽ ഇനി ഇത് വേറെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് വേഫിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ടോപ്പിംഗ് ആയിട്ട് ചോക്ലേറ്റ് വെച്ചെടുക്കാം.
ഈ സാധനം ഇപ്പം നമുക്കിപ്പം കസ്റ്റമറോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 20 റുപ്യക്കോ 30 റുപ്യക്കോ നല്ല കൊടുക്കേണ്ടത് നമുക്കൊരു 100 റുപ്പീസിനോ അതിന് അല്ലെങ്കിൽ 100 അബോക്കെ കൊടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഇങ്ങനെയല്ല, അത് കറക്റ്റായിട്ട് നല്ല ഒരു കഫേയിലൊക്കെ കൊടുക്കുമ്പോൾ അത്ര കോസ്റ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഒരു ചെറിയൊരു കോംബോ ചെയ്യാൻ പറ്റും. ചില വേപ്പിളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ബിസ്ക്കറ്റ് വേപ്പിൾ ഉണ്ടാക്കി നോക്കാം. ബിസ്ക്കറ്റ് വേപ്പിളിൽ നിന്ന് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വേപ്പിൾ ചോക്ലേറ്റും വേപ്പിളായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൺ വേപ്പിൾ ഉണ്ടാക്കി അതിൽ ഐസ്ക്രീം എടുത്ത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തു. നമ്മൾ വെച്ചാൽ ഈ ഒരു ബിസ്ക്കറ്റ് വേപ്പിൾ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഓക്കെ. ബിസ്ക്കറ്റ് വേപ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്നര മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്യണത്. നമുക്കൊരു 180 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ ഒരു 1.5 മിനിറ്റ് ഒക്കെ മതി. അപ്പോൾ ടൈമർ ഓട്ടോമാറ്റിക്കലി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അനലോഗ് ടൈമർ ഒരു വ്യത്യസ്ത രീതിയാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പം ഇങ്ങനെ റിവേഴ്സ് വരുന്നതാണ്, അല്ലാതെ അത് ഓഫാകില്ല. 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മളെ വേപ്പിൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേപ്പിളൊന്ന് എടുത്ത് നോക്കാം. വേപ്പിളൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ. ഒരു വേപ്പിളിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റോട് നല്ല രീതിയിൽ വേപ്പിളാവും. അപ്പോൾ നമുക്ക് വെച്ചാൽ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റ് മാത്രം നല്ല ഒരു ഡിസൈനിങ് ആയിട്ട് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ കൊടുക്കാം. ഇനി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ 3 മെഷീനും ഒരു ഷോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംബോ ആയിട്ട് ഒരുപാട് നല്ല രീതിയിലുള്ള ഡിഷസ് കൊടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും വേപ്പിളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതികൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഈ 3 വീഡിയോസും സ്റ്റോപ്പ് ചെയ്യാണ്. 3 പ്രൊഡക്റ്റിൻ്റെ വീഡിയോസും സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഇനി ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. സെയിൽസിലോ സർവീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ മെഷീനറീസിന്റെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊബോൾട്ടിനെ കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കമന്റ്സിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ ആ പ്രൊഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീഡിയോ ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഒരു ഗുഡ് ബൈ.